ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ, അതായത് കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നാണ് ഫേസ്ബുക്കിൽ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ പേർക്ക് എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അതേപോലെ തന്നെ ഫോട്ടോസ് അങ്ങനെ ആക്റ്റീവായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും. മോണിറ്റൈസേഷന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കളഞ്ഞപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കുറേ പേർക്ക് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മാസം നിങ്ങൾ നോക്കി കാണാം, അതായത് മോണിറ്റൈസേഷൻ കിട്ടിയ പേജുകൾക്കും $0 ആയിരിക്കും. അതായത് ഡോളറുകളൊന്നും കയറുന്നുണ്ടാവില്ല. നിങ്ങൾ എത്ര വീഡിയോ ഇട്ടാലും ഫോട്ടോ ഇട്ടാലും ഡോളർ കയറുന്നുണ്ടാവില്ല, $0 തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കതിൽ പേയ്മെൻറ്റിൻ്റെ അത് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടണത്, പിന്നെ നമ്മുടെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി വരുന്ന പോലെ പേയ്മെൻറ്റ് ഒക്കെ വന്നു തുടങ്ങും, വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ റീച്ചൊക്കെ അനുസരിച്ച്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ അതിന് തന്നെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡ് എടുക്കുകയാണ്. ഡാഷ്ബോർഡ് എടുത്തതിന് ശേഷം മോണിറ്റൈസേഷൻ്റെ ഒരു ഭാഗം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുള്ള് 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് നമുക്ക് നോക്കാം. കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എടുത്ത് നോക്കിയാലും ഫുള്ള് 0 ആയിരിക്കും കാണുന്നത്. $1 ഒരു $0.1 പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫെബ്രുവരിയിൽ മാത്രമാണ് ഡോളർ വരാത്തത്. ജനുവരിയിൽ 0.26 ഉണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. റീൽസ് വല്ലപ്പോഴൊക്കെ ചെറിയ വ്യൂസാണ്. റീൽസിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നല്ല ഏണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മുകളിൽ ജസ്റ്റ് 3 വരകൾ കാണാം. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ സെറ്റിങ്സ് ഒന്നും കൂടി കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ എത്തുക. അപ്പോൾ ഇത് മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ പേ ഔട്ട് എന്നുകൊണ്ടൊരു സംഭവം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ യുവർ ഏണിങ്സ് ഫ്രം ഫേസ്ബുക്ക് എക്സ്പയർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫിനിഷ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ പേര്, അതേപോലെ തന്നെ കൺട്രി, ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ പേജ് ഇങ്ങനെ ലോഡായിട്ട് വരും. അപ്പോൾ ഇതിലും നമുക്ക് കൺട്രിയും അതേപോലെ തന്നെ ബിസിനസ് എങ്ങനത്തെയാണ്, നമ്മൾ ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ നെക്സ്റ്റ് പേ ഔട്ടിൻ്റെ പേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലോട്ട് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക. നമ്മുടെ സ്ഥലം തൃശ്ശൂർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻ കാർഡിൻ്റെ നമ്പർ, ഇമെയിൽ, മൊബൈൽ നമ്പർ, എല്ലാ സംഭവങ്ങളും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സംഭവം വരും. അതായത് പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, വയർ ട്രാൻസ്ഫർ ഉണ്ട്, പേപ്പാൽ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വയർ ട്രാൻസ്ഫറാണ് നോർമലി സെലക്ട് ചെയ്യുക. അപ്പോൾ വയർ ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറും നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്, അതും കൂടി വേണം. അത് ബാങ്കിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം ലിങ്ക് പേ ഔട്ട് മെത്തേഡ് എന്നുള്ള ഒരു സംഭവം കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഡ് ടാക്സ് ഇൻഫോ ആണ്. ടാക്സ് ഇൻഫോ അവിടെ അടിയിൽ ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പേജ് ആയിരിക്കും എത്താം. അപ്പോൾ ഇതിൽ നമ്മുടെ നെയിം, ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നെയിം സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവത്തിലായിരിക്കും വരാം. US ടാക്സ് ക്ലാസിഫൈഡ് ഇൻഡിവിജ്വൽ, അതൊക്കെ ഓൾറെഡി സെലക്ട് ആയിട്ട് വരും. പിന്നത്തെ US സിറ്റീസൺ ആണോ എന്നുള്ളത് നോ കൊടുക്കുക. പിന്നെ അടുത്തതും ഇൻ്റർമീഡിയറ്റ് ഏജൻറ്റ് ആണോ എന്നുള്ളത് നോ കൊടുക്കുക. അതിനുശേഷം അടുത്തത് സെലക്ട് ചെയ്യുമ്പോൾ കൺട്രി സെലക്ട് ചെയ്യാൻ വരും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു. ഐ ഹാവ് എ നോൺ US ടിൻ എന്ന് പറഞ്ഞ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കണം. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ഒന്നുകൂടി, ചിലതൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും ഓൾറെഡി. വരാത്ത സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി നമ്പർ സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെയാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിലിംഗ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി സെലക്ട് ചെയ്ത ആ ഒരു അഡ്രസ്സിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ പേജ് ആയിരിക്കും വരാം. അപ്പോൾ ഇതിൽ 0% ഓഫ് സർവീസസ് വിസ് ബി ഫിസിക്കലി പെർഫോംഡ് ഇൻസൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫസ്റ്റത്തെ ഓപ്ഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൺട്രി സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ US treaty സംഭവങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാൻ പറ്റും ഒരു ഗ്രീൻ കളറിൽ. അപ്പോൾ അതേപോലെ യു ആർ എലിജിബിൾ. അപ്പോൾ അത് അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതേപോലെ പേജ് വരും. അപ്പോൾ അതിൽ മുകളിൽ ടിക്ക് കൊടുക്കുക. അതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ അടിയിലൊരു ടിക്ക് ബോക്സ് ഉണ്ട്, അതും ടിക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് അവിടെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അവിടെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ മതി.
ഡേറ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫുൾ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സംഭവം വരും. അതിങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് സബ്മിറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിത് സബ്മിറ്റ് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫോം സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണും. ഇവിടെ ടാക്സ് ഇൻഫോർമേഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടിയിൽ ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ലോഡായിരുന്നു. ലോഡായതിനു ശേഷം നമ്മുടെ മെയിൻ പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഏർണിങ്സ് ഹോൾഡാണ്. 3rd മാർച്ച് തൊട്ട് 5th മാർച്ച് തൊട്ട് നോർമൽ പോലെ ആവുന്ന പറഞ്ഞിട്ട് സംഭവം കാണാൻ പറ്റും. അപ്പോൾ അത്രയുള്ള സംഭവം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ റെഡി ആയിട്ടുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക.